എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അടിപൊളിയായിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വേഗം കവർ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. n എന്ന ഒരു എണ്ണൽ സംഖ്യ, n എന്നത് ഒരു എണ്ണൽ സംഖ്യ ആയാൽ ചുവടെയുള്ളവയിൽ എല്ലായ്പ്പോഴും ഇരട്ട സംഖ്യ ആവുന്നത് എന്താണ്? അതായത് n എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എല്ലായ്പ്പോഴും ഈവൻ നമ്പർ, ഇരട്ട സംഖ്യ ആവുന്നത്? അപ്പോൾ n ഒരു നാച്ചുറൽ നമ്പർ ആണെന്ന് നമുക്കറിയാം, എണ്ണൽ സംഖ്യയാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. n+1. അപ്പോൾ n എന്നുള്ളത് ഒരു എന്താണ്, എണ്ണൽ സംഖ്യയാണ് അല്ലേ. അപ്പോൾ n-ന് നമ്മളിതാ ഇവിടെ 3 എന്നുള്ള വാല്യൂ അഥവാ കൊടുത്താൽ അപ്പോൾ എന്ത് വരും? 3ക്ക് പകരം 2 കൊടുക്കുകയാണ്. 2 എന്ന് കൊടുത്താൽ ഇവിടെ എന്താ, 2+1 3 എന്ന് ഉത്തരം വന്നു. അപ്പോൾ ദാ n-ന് 2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ ഉത്തരം എന്താ വരുന്നത്? n+1 എന്താ വരുന്നത്? 3 ആ വരുന്നത്. 3 ഒരു ഇരട്ട സംഖ്യ ആണോ, ഓഡ് നമ്പർ ആണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതെന്തല്ല, ഇരട്ട സംഖ്യ ആവില്ല, എല്ലായ്പ്പോഴും ഇരട്ട സംഖ്യ ആവില്ല. ഓക്കെ, അടുത്തത് നോക്കൂ, n+2. അപ്പോൾ n-ന് ഞാൻ ഇവിടെ 3 എന്ന് കൊടുത്താൽ 3 വേണ്ട, അല്ലെങ്കിൽ ഏതൊരു ഓഡ് നമ്പർ ഒറ്റ സംഖ്യയും കൊടുത്തു നോക്കിയാൽ n-ന് നമ്മളിപ്പോൾ അവിടെ 11 എന്ന് കൊടുത്തു നോക്കാം. 11+2 വരുമ്പോൾ എന്താവും? 13 ആയി. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം ഇരട്ട സംഖ്യ ആവുന്നുണ്ടോ? ഇല്ല, ഈവൻ നമ്പർ ആവുന്നില്ല. അപ്പോൾ ഇതും എന്തല്ല, ഓൾവേസ് ഈവൻ നമ്പർ ആവില്ല. അടുത്തത് 2n+1. നമ്മൾ പഠിച്ചിട്ടുണ്ട് 2n എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു സംഖ്യയുടെ ഇരട്ടി 2 ടൈംസ് അല്ലേ, 2 ടൈംസ്. അപ്പോൾ 2 ടൈംസ് ഒരു സംഖ്യയുടെ ഇരട്ടി അല്ലെങ്കിൽ 2 ടൈംസ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഈവൻ നമ്പർ ആണ്, ഇരട്ട സംഖ്യയാണ്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. 2n എന്ന് പറയുന്നത് എപ്പോഴും ഈവൻ അല്ലെങ്കിൽ ഇരട്ടയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2n+1, 2n-നോട് 1 ആഡ് ചെയ്തിട്ടുള്ള 2n+1 അതെപ്പോഴും എന്തായിരിക്കും, ഓഡ് അല്ലെങ്കിൽ ഒറ്റയായിരിക്കും. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഒറ്റ സംഖ്യകളെ നമ്മൾ എങ്ങനെയാണ് ബീജഗണിത രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യുക? 2n+1. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. n എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എഴുതുന്നതെങ്കിൽ n എന്ന് പറയുന്നത് എന്താ, സ്റ്റാർട്ടിങ് ഫ്രം 0 ആയിരിക്കണം. അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ 2n-1 എന്ന് എഴുതും. ഇങ്ങനെ എഴുതുമ്പോൾ എന്താണ്, n-ന് നമുക്ക് കൊടുക്കാവുന്ന വാല്യൂസ് 1, 2, 3 എക്സെട്ര. ഇങ്ങനെ രണ്ട് രീതിയിൽ പറയാറുണ്ട്, ശ്രദ്ധിക്കണം. 2n+1 എന്ന് എഴുതും. എപ്പോൾ n-ൻ്റെ വാല്യൂ എവിടെ നിന്ന് തുടങ്ങുന്നു? n-ൻ്റെ വാല്യൂ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ. ഇനിയോ 2n-1 എന്ന് എഴുതാം. ഒറ്റ സംഖ്യകളെ ബീജഗണിത രൂപത്തിൽ സൂചിപ്പിക്കാം. പക്ഷെ അവിടെ എന്താണ് കണ്ടീഷൻ? n-ൻ്റെ വാല്യൂ എന്നുള്ളത് എപ്പോഴും 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1, 2, 3 അങ്ങനെ ആയിരിക്കണം. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പം നമുക്ക് മനസ്സിലായി 2n+1 എന്നുള്ളത് എപ്പോഴും എന്തായിരിക്കും, ഓഡായിരിക്കും, ഒറ്റയായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഏതാണ് ഉത്തരമായിട്ട് വരിക? യെസ്, 2n+2 എന്നുള്ള ലാസ്റ്റ് ഓപ്ഷനാണ് ഇതിൻ്റെ ഉത്തരം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, n-ന് പകരം എന്താ കുറച്ച് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. റെഡി? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യുക, ജസ്റ്റ് n-ന് കുറച്ച് നമ്പേഴ്സ് ഇട്ട് കൊടുക്കാം, എന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാൽ മതി. റെഡി? അപ്പോൾ നിങ്ങളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. a⁻300 = 4a⁻100 എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ a⁻300 = 4a⁻100. അപ്പോൾ ദാ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം പറയാം. a⁻300 നമ്മൾ കൃത്യങ്ക നിയമങ്ങൾ, ലോസ് ഓഫ് എക്സ്പോണൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 4a⁻100-നെ നമുക്ക് എങ്ങനെ എഴുതാം? 4^100 × a⁻100 എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കൂടെ? ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ്. റെഡി? അപ്പോൾ a⁻300 = 4^100 × a⁻100. ഇനി നമ്മൾ എന്ത് ചെയ്യാന്നറിയോ, ഈ a⁻100-നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ എന്തായിരുന്നു, ഇപ്പുറത്തെ സൈഡിൽ എന്താ, മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. ഇവിടെ ഇൻറ്റു ഇട്ടിട്ടല്ലേ a⁻100 എഴുതിയേക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് എന്താവും, ഇൻറ്റു ഉള്ളത് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഡിവിഷൻ ആവും, ഹരണമാവും, ഗുണനം മാറി ഹരണമാവും. അപ്പോൾ a⁻300 a⁻300/a⁻100 എന്ന് പറയുന്നത് 4^100. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക? a⁻300/a⁻100 എന്ത് ചെയ്യും? വീണ്ടും നമ്മുടെ ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ്. എന്താ ചെയ്യേണ്ടത്? ഇവിടെ എന്ത് ചെയ്യുക? ഇവിടുത്തെ പവറുകളെ മൈനസ് ചെയ്യുക. അപ്പോൾ 300 - 100 എന്ന് വന്നു, = 4^100. റെഡി? ഇതാ ഇപ്പോൾ ഉത്തരവും എന്ത് വരും? 300 - 100 എന്ന് പറയുമ്പോൾ 200. അപ്പോൾ ഇവിടെ എന്ത് വന്നു? a⁻200 =
4 ഘാതം 100. ശരിയായോ? ഇപ്പൊ നമുക്ക് എന്താ ഇവിടെ 4ന്റെ മുകളിൽ പവർ 200 എന്നാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എ എത്രയാണ്? 4 എന്ന് പറയാം. പക്ഷെ ഇവിടെ എന്താ, ഒരു സ്ഥലത്ത് പവർ 200ഉം ഒരു സ്ഥലത്ത് പവർ 100ഉം ആണ്. വഴിയുണ്ട്. എ ഘാതം 200 സമം 4 എന്ന് പറയുന്നത് എന്താ? 2 ഘാതം 2 ആണ്. 2 ആണ്. അപ്പൊ 4ന് പകരം നമ്മൾ എന്ത് എഴുതി? 2 എന്ന് എഴുതി. അപ്പൊ 2 ഹോൾ റേസ് ടു 100. നോക്കൂ, അപ്പൊ എ ഘാതം 200 സമം ഇതിനെ എങ്ങനെ എഴുതാം? വീണ്ടും നമ്മുടെ ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ലോസ് ഓഫ് എക്സ്പോണൻസ് എല്ലാം അറിയാവുന്ന ഒരാൾക്ക് മാത്രമാണ് ഇതൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ 2 ഘാതം 2 ഹോൾ ഘാതം 100 2 ഹോൾ റേസ് ടു 100 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? ഈ 2ഉം ഈ മുകളിലുള്ള ഈ 2 പവറുകളും കൂടെ ഗുണിച്ച് വെക്കാം. അപ്പോൾ എന്താവും? 2 ഘാതം 2 × 100 200. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കിയേ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? രണ്ട് സ്ഥലത്തും പവർ 200 ആയിട്ടുണ്ട്. അപ്പോൾ താഴെയുള്ള സംഖ്യകൾ എന്താ? അവർ ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടി? എ എന്ന് പറയുന്നത് എത്രയാണ്? എ എന്ന് പറയുന്നത് 2 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ലോസ് ഓഫ് എക്സ്പോണൻസ് ആണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ത്രൂ ഔട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൃത്യംഗ നിയമങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. 1 രൂപയ്ക്ക് ഒരു മാസം 1 മന്തിൽ 1 പൈസ, ഓക്കെ, 1 പൈസ പലിശ ഇൻട്രസ്റ്റ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ശതമാനം പലിശ നിരക്ക്? അവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്? 1 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് 1 പൈസ കിട്ടും. 1 പൈസയാണ് ഇൻട്രസ്റ്റ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താ? 100 രൂപയ്ക്ക് ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസം. 12 മാസത്തേക്ക് എത്രയാണോ പലിശ, 100 രൂപ ഇട്ടിട്ട് 12 മാസത്തേക്ക് എത്രയാണോ പലിശ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് എന്താ? 1 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള പലിശ തന്നിട്ടുള്ളൂ. അപ്പം നമ്മൾ ഇതിൽ നിന്ന് എന്ത് കാണണം? 100 രൂപയ്ക്ക് എത്ര മാസത്തേക്കുള്ള പലിശ? 12 മാസത്തേക്കുള്ള പലിശ കാണണം. അപ്പോൾ നോക്ക്, ഇവിടെ 1 രൂപ ഇടുമ്പോഴാണ് ഒരു മാസത്തേക്ക് എത്ര പൈസ? 1 പൈസ. അപ്പോൾ 1 രൂപയ്ക്ക് പകരം 100 രൂപ ഇട്ടാലോ? 100 രൂപ ഇട്ടാൽ ഒരു മാസം എത്ര പൈസ കിട്ടും? പലിശ നോക്കൂ, 1 രൂപ ഇട്ടാൽ ഒരു മാസം 1 പൈസ കിട്ടും. അപ്പോൾ 100 രൂപ ഇട്ടാൽ ഒരു മാസം എത്ര പൈസ കിട്ടും? 100 പൈസ കിട്ടും അല്ലേ? 100 പൈസ കിട്ടും. 100 പൈസ എന്ന് പറഞ്ഞാൽ എന്താ? 1 രൂപ. 100 പൈസ എന്ന് പറയുന്നത് അല്ലേ? 100 പൈസകൾ, 1 പൈസ പോലത്തെ 100 പൈസകൾ ചേരുമ്പോൾ അതെന്താവും? 1 രൂപയാവും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി? 100 രൂപ ഇട്ടാൽ ഒരു മാസം കഴിയുമ്പോൾ എത്ര പലിശ കിട്ടും? 1 രൂപ പലിശ കിട്ടും. അപ്പോൾ ഒരു മാസമാണ് 1 രൂപ കിട്ടുക. അപ്പോൾ 100 രൂപ തന്നെ നമ്മൾ ഇനി 12 മാസത്തേക്ക് ഇട്ടാലോ? 12 മാസത്തേക്ക് ഇട്ടാലോ എത്ര രൂപ കിട്ടും? 100 രൂപ ഒരു മാസം കൊണ്ടാണ് 1 രൂപ പലിശ കിട്ടുക. അപ്പോൾ 100 രൂപ 12 മാസം കൊണ്ട് എത്ര രൂപ പലിശ കിട്ടും? ഒരു മാസം കൊണ്ട് 1 രൂപയാണെങ്കിൽ 12 മാസം കൊണ്ട് 12 രൂപ. 12 രൂപ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയില്ലേ? 100 രൂപയ്ക്ക് ഒരു വർഷം അല്ലെങ്കിൽ 12 മാസം കൊണ്ട് എത്ര രൂപ പലിശ കിട്ടുന്നു? 12 രൂപ പലിശ കിട്ടുന്നു. ഇതാണ്. അപ്പോൾ ഇവിടുത്തെ പലിശ നിരക്ക് എത്രയാ? 12%. ക്ലിയർ ആണോ? 12%. അപ്പോൾ 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട്, അതായത് ഒരു വർഷം കൊണ്ട് എത്ര രൂപയാണോ പലിശ കിട്ടുന്നത്, അതാണ് അവിടുത്തെ പലിശ നിരക്ക് എന്ന് പറയുന്നത്. റെഡി? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ചോദ്യത്തിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? 100 രൂപയ്ക്ക് 12 മാസം കൊണ്ട് എത്ര രൂപ കിട്ടുമെന്ന് കണക്കാക്കി അങ്ങനെ നമ്മുടെ പലിശ നിരക്ക് നമ്മൾ എഴുതി. റെഡി? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 10 ഘാതം 10ന് എത്ര ഘടകങ്ങളുണ്ട്? അപ്പോൾ ഒരു സംഖ്യയ്ക്ക് എത്ര ഘടകങ്ങളുണ്ട്, എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാറ്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് അല്ലേ? സംഖ്യയെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതിയിട്ടാണ് അതിന് എത്ര ഘടകങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ തൽക്കാലം നമ്മുടെ സംഖ്യ എന്താ? 10⁻10 ആണ്. ഇതിനെങ്ങനെ എഴുതണം? അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതണം. പ്രൈം നമ്പേഴ്സിൻ്റെ എന്താണ്? പ്രൊഡക്റ്റ്. ഗുണനല്ല, പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതണം. അപ്പോൾ നോക്കി, 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 5 × 2 എന്ന് എഴുതിക്കൂടെ? 5 × 2, 5 × 2 അല്ലേ 10. അപ്പോൾ ദാ ഈ 10ന് നമ്മൾ 5 × 2 എന്ന് എഴുതി, റേസ് ടു 10 എഴുതി. അപ്പോൾ നോക്കിയേ,
ഈ രണ്ട് സംഖ്യകളും എന്തായി? പ്രൈം നമ്പേഴ്സ് ആയില്ലേ? പ്രൈം നമ്പേഴ്സ് ആയില്ലേ? അഭാജ്യ സംഖ്യകളായില്ലേ? അപ്പോൾ ദാ ഇതിന് നമുക്ക് നമ്മുടെ ലോസ് ഓഫ് എക്സ്പോണൻസ് വെച്ചിട്ട് കൃത്യങ്ക നിയമം വെച്ചിട്ട് ഇതിനെ എങ്ങനെ മാറ്റാം? 5 × 2 ഹോൾ റേസ് ടു 10നെ നമുക്ക് എങ്ങനെ എഴുതാം? 5 റേസ് ടു 10 ഇൻറ്റു 2 റേസ് ടു 10 എന്നായി. ഇപ്പം നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള സംഖ്യയെ നമ്മൾ എന്തായി? അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതി. പ്രൊഡക്റ്റ് ഓഫ് പ്രൈം ഫാക്ടേഴ്സ്, പ്രൈം നമ്പേഴ്സ് ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നും നമുക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ഫാക്ടേഴ്സ് കാണാം. എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ പവറുകൾ ജസ്റ്റ് ആഡ് ചെയ്യുക. പവറുകളോട് 1 കൂട്ടാം. അപ്പം ഇവിടുത്തെ പവർ 5ൻ്റെ പവർ 10 ആണ്. 10നോട് 1 കൂട്ടിയാൽ 11 ഇൻറ്റു 2ൻ്റെ പവറും 10 ആണ്. 1 കൂട്ടിയാൽ 11. അപ്പോൾ 11 × 11 ചെയ്യാം. റെഡി? 11 × 11 121. ഓപ്ഷൻ ഡി. റെഡി? സെറ്റ് അല്ലേ? അപ്പോൾ പ്രൈം നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ, അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് ഒരു സംഖ്യ എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ ടോട്ടൽ ഫാക്ടേഴ്സിൻ്റെ എണ്ണം കാണാനായിട്ട് പറ്റും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 5ൻ്റെ ഗുണിതങ്ങളോട് 3 കൂട്ടിക്കിട്ടുന്ന 8, 13, 18 എന്നീ സംഖ്യകളുടെ ബീജഗണിത രൂപം. ഇത്രയേ ഉള്ളൂ. കുറച്ച് സംഖ്യകളുടെ എന്ത് എഴുതണം? ആൾജിബ്രിക് ഫോം എഴുതണം. ആൾജിബ്ര എഴുതണം. എന്താ സംഖ്യകളുടെ പ്രത്യേകത? 5ൻ്റെ ഗുണിതങ്ങളോട് 3 കൂട്ടിക്കിട്ടുന്ന സംഖ്യകളാണ്. ഓക്കെ. 5ൻ്റെ മൾട്ടിപ്പിൾസിനോട് 3 ആഡ് ചെയ്യുന്നു. 3 ആഡഡ് ടു ദി മൾട്ടിപ്പിൾസ് ഓഫ് 5. ഓക്കെ. 5ൻ്റെ ഗുണിതങ്ങളോട് 3 കൂട്ടുന്നു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ 5ൻ്റെ ഗുണിതങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുക? 5ൻ്റെ ഗുണിതങ്ങൾ, 2ൻ്റെ ഗുണിതങ്ങളൊക്കെ 2n എന്ന് എഴുതും, 3ൻ്റെ ഗുണിതങ്ങളൊക്കെ 3n എന്ന് എഴുതും, 4ൻ്റെ ഗുണിതങ്ങളെ 4n എന്ന് എഴുതും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5ൻ്റെ ഗുണിതങ്ങൾ എങ്ങനെ എഴുതും? 5n എന്ന് എഴുതും. 5n. അതിനോട് എന്ത് ചെയ്യുന്നു? 3 ആഡ് ചെയ്യുന്നു, 3 കൂട്ടുന്നു. 5ൻ്റെ ഗുണിതങ്ങളോട് 3 കൂട്ടുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും പ്ലസ് അല്ലേ ഇടുള്ളൂ, മൈനസ് ഇടില്ല. അപ്പോൾ എന്താണ് നമ്മുടെ ഇവിടുത്തെ ഓൾജിബ്ര ബീജഗണിത രൂപം? എന്താണ്? 5n + 3. റെഡി? ക്ലിയർ ആണോ? സിമ്പിൾ ആയിരുന്നില്ലേ ക്വസ്റ്റ്യൻസ് ഒക്കെ? അപ്പോൾ നമ്മൾ ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. കൂടുതൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇന്ന് രാത്രി 7 മണിക്കുള്ള നമ്മുടെ ലൈവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കൃത്യസമയമാകുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ലൈവിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഫ്രണ്ട്സിനെ കൂട്ടിയിട്ട് ലൈവിലോട്ട് വരാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.